ആശാ സമരം നീളാൻ കാരണം സമരക്കാരുടെ നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമെന്ന് മന്ത്രി എം.പി. രാജേഷ്. വിഷയത്തിൽ സർക്കാരിന് പിടിവാശിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യായമായ സമരത്തോട് സർക്കാരിന് തുടക്കം മുതൽ പുച്ഛമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഞങ്ങളുടെ റിക്വസ്റ്റ് ഗവൺമെന്റ് മുൻകൈയെടുത്ത് അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. കേന്ദ്ര സർക്കാരിൽ നിന്ന് അവർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് നമ്മുടെ എംപിമാർ ശ്രമിക്കുന്നുണ്ട്. ഗവൺമെന്റ് കൂടി അക്കാര്യത്തിൽ ശ്രമിച്ച് ഈ വിഷയം നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് അവരുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കാൻ പറ്റില്ല എങ്കിൽ പോലും ആശാവർക്കർമാരുടെ സമരം തീർക്കണമെന്ന ആവശ്യം സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ചു. സമരക്കാരുടെ നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമാണ് പ്രശ്നപരിഹാരം നീളാൻ കാരണമെന്ന് മന്ത്രി എം.പി. രാജേഷിന്റെ മറുപടി. 7,000 രൂപ ഓണറേറിയവും 1,200 രൂപ ഫിക്സഡ് ഇൻസെന്റീവും ചേർത്ത് 8,200 രൂപ സംസ്ഥാനം നൽകുന്നുണ്ട്. 1,800 രൂപ മാത്രം നൽകുന്ന കേന്ദ്രത്തിനെതിരെ സമരമില്ല. സമരം നയിക്കുന്നവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളതെന്നും മന്ത്രി ആരോപിച്ചു. നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും പിടിവാശിയല്ല. ഈ സർക്കാരിന് ആശാമാരുടെ പ്രശ്നത്തോട് എല്ലാ കാലത്തും അനുഭാവമാണുള്ളത്. അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ന്യായമായ സമരത്തോട് സർക്കാരിന് തുടക്കം മുതൽ പുച്ഛമാണെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷം സമരത്തിനൊപ്പമാണെന്നും സതീശൻ പറഞ്ഞു. ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമരത്തോട് അതിനെ പരിഹസിക്കുകയും അവരെ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഈ മാസം 18-നും 20-നും സമയം ചോദിച്ചെങ്കിലും അനുമതി കിട്ടിയില്ലെന്ന് മന്ത്രി എം.പി. രാജേഷ് വിശദീകരിച്ചു. ആശാസമരത്തോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പി.എസ്. വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.